വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഞാൻ സാധാരണ കാർഫോറിൽ ഷോപ്പിങ്ങിന് പോകുന്ന കാണിക്കാറില്ല. കാർഫോർ ഒമാനിൽ നിർത്തിയിട്ട് ഹൈപ്പർ മാക്സ് ആണ് കേട്ടോ, അതാണ് കാണിക്കുന്നത്. ഇത് മാക്ബുക്ക് പ്രോ ആട്ടോ. പക്ഷെ ഇത് മാക്ബുക്ക് പ്രോയാ കണ്ടിട്ട് ആണ് കട്ടിയുണ്ട്. എൻ്റെ അടുത്ത് കട്ടിയില്ലല്ലോ. അത് മാക്ബുക്ക് പ്രോ എന്ന് വെച്ചാൽ നമ്മൾ പ്രോ എഡിറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ. ഇതും എഡിറ്റർ, ഇതും പ്രോ. നല്ല കട്ടി വെയിറ്റ് ഉണ്ട്. ഓക്കെ, അത് ഇല്ല എടുക്കാൻ പറ്റും. പൊക്കിയാലേ എടുക്കാൻ പറ്റൂ. ഇത്രക്കാണോ? അത്രണ്ട് അതുമേ ഇതിൻ്റെ ഡെല്ലിനാണ്ട് വരെ വെയിറ്റ് ഉണ്ടല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഏതാ? മാക്ബുക്ക് പ്രോ M4 ലേറ്റസ്റ്റ്. അപ്പോൾ ഇത് പക്ഷെ ഇത് നാനോ ഇതല്ലല്ലോ. 1160 റിയാൽസ്. അപ്പോൾ ഇതല്ലേ ലേറ്റസ്റ്റ്? അല്ല, വേറെ ഉണ്ട്. റിയാൽ ഫുൾ പ്രൈസ് 1350. ഫുൾ 48 കോറ് CPU പല പല ഉണ്ട്. ഓക്കെ, പല പല ഇതുണ്ട്. ഏറ്റവും ചെറുതിന് 1160. പക്ഷെ ഇതല്ലേ ലേറ്റസ്റ്റ്? കാരണം ഇതിൽ അമ്മനെ കാണുന്നില്ലേ? എന്നെ കാണുന്നുണ്ട്. ലേറ്റസ്റ്റിൽ കാണില്ല. മനസ്സിലായില്ലേ? അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വിത്ത് നാനോ പക്ഷേ ഗ്ലാസ്. ഇതിന് വില കുറവാണല്ലോ. അത് ഒന്നിനും പ്രോസസ്സറിൽ വ്യത്യാസം ഉണ്ടാവും. അതെന്താ? ഇത് GB 16 GB. ഇതോ ഇത് 24 GB. പിന്നെ സ്റ്റോറേജ് 152 ഉണ്ട്. അത് സ്റ്റോറേജ് സെയിമാണ്. പക്ഷേ ഇത് പ്രോയാണ് വേണ്ട. അല്ല, അതും പ്രോ അല്ലേ? അല്ല, ഇത് M4. ഇത് M4 പ്രോ അല്ല. ഇതാ കാണുന്നു. കാണുന്നുണ്ട്. ശരിയാണ്. അമ്മയോട് നോക്കി. കാർഫോർ നിർത്തി ഹൈപ്പർ മാക്സ് എന്നുള്ള പേരിലാണെങ്കിൽ പോലും അൽഫുത്തൈൻ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. പക്ഷേ അവർ കുറേ അമേസിങ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫ്ലെയർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീക്കിലും ഞാൻ ലുലുന്നും നെസ്റ്റോന്നും തന്നെ ഷോപ്പിംഗ് ചെയ്തു. പക്ഷേ ആദ്യം ഇവിടെ പോകണമായിരുന്നു. അതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പ്രൈസിൽ. ഇവർ തുടക്കമായതുകൊണ്ടാണോ എന്നറിയില്ല. ഇവർ നിർത്തിയത് 8-ാം തീയതിയാണ്. 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ, അല്ല 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ. 7-ാം തീയതി വൈകുന്നേരത്തോടു കൂടി നിർത്തി. അല്ല, 7-ാം തീയതി നിർത്തി. പിന്നെ 8-ാം തീയതി മുതൽ പുതിയ പേരിലാണ്. അപ്പോൾ ആ ദിവസം മുതൽ 11-ാം തീയതി വരെ ഭയങ്കര അമേസിങ് ഓഫേഴ്സ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് പോയില്ല. അന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിയറസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നെസ്റ്റോയിലും ലുലുവിലും പോയിട്ടാണ് ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ പിന്നെ ഫ്രൈഡേ അത് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഫസ്റ്റ് ഷെയിലിന് പോയി. അങ്ങനെയൊക്കെ ലേറ്റായി. അത് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒരു വീക്ക് ഡേയിലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ സാധാരണ പോകുമ്പോൾ മോൾക്ക് ഒരു ട്രെഞ്ച് കോട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവൾക്ക് അവളുടെ സൈസിനുള്ളതും പിന്നെ അവൾ ഒരു തിക്നെസ് കുറച്ച് കട്ടിയുള്ളത് തന്നെ വേണമെന്ന് വിചാരിച്ചു. ഇതൊരു ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ബോഡി കണ്ടില്ലേ, ഫ്രഷ് ഹാൻഡ് മെയ്ഡ് കോസ്മെറ്റിക്സ് തിങ്സാണ് കേട്ടോ അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളൊന്നും പകർത്തിയില്ല. ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പോലും അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട രീതിയാണ് കേട്ടോ. അത് തൊട്ടതും കയ്യിലെല്ലാം കളർ വന്നു. പിന്നെ നമ്മൾ H&Mലും പിന്നെ മറ്റേ സാൻഡ്സ്റ്റോൺ എന്നുള്ള ആ ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്ലാക്ക് ഷർട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഷർട്ടും പിന്നെ 2 ബാറ്റും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലാക്ക് ഷർട്ട് നമ്മൾ ഒരു ബ്രാൻഡ് എഴുതിയ ബ്ലാക്ക് ഷർട്ട് എപ്പോഴും കിട്ടുന്നുള്ളൂ. അതാണ് ഇങ്ങനെ ഷോപ്പ് മാറി മാറി നടക്കുന്നത് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അതായത് വെറും പ്ലെയിൻ ബ്ലാക്ക് നമുക്ക് കിട്ടണമായിരുന്നു. ഇപ്പോൾ ഏത് ബ്രാൻഡ് നോക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു എംബ്ലോ എന്തെങ്കിലും ഒന്ന് അതിലുണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല. അത് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സോക്സ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ ഷോപ്പിംഗ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ബോട്ടിൽ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ പ്യൂമയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനത് വാങ്ങിയില്ല കേട്ടോ. വാങ്ങാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ ചെറിയ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫ്ലാസ്ക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ട, ഇനിയിപ്പോൾ സ്കൂൾ കഴിയല്ലേ, ഇനി വളരെ കുറഞ്ഞ ദിവസമേ പോകാനുള്ളൂ. ഞാൻ എടുത്ത് പേ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ചോദിച്ചതായിരുന്നു. മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്കത് വേണ്ട. ഓഫർ തന്നെയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ
കോസ്റ്റ്ലി ആണത്. അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പാരൻറ്റുമാണ്. ബോർഡ് എക്സാമിന് പോകുമ്പോൾ എന്തായാലും ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ വേണമെന്ന് അവരെന്തായാലും പറഞ്ഞു വിടും. അപ്പോൾ പിന്നെ വാങ്ങാം എന്നുള്ള പിന്നെ 80 ഡിഗ്രി വരെ നമുക്കതിൽ ഹോട്ട് വാട്ടർ ആക്കുകയും ചെയ്യാം. പ്ലാസ്റ്റിക്കും അല്ല, പിന്നെ ഒരു എന്താ നമ്മുടെ ഗ്ലാസ്സും അല്ല, അങ്ങനത്തെ ഒരു തരം മെറ്റീരിയലായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വെച്ചുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. നല്ല കാണാനൊക്കെ എനിക്കിഷ്ടമായി, പക്ഷേ ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വേറെയും കുറേ ബോട്ടിലുകളുണ്ട്. അഡിഡാസിൻ്റെയും ഒക്കെ ബ്രാൻഡഡ് തന്നെയാണ് അവിടെ കാണുന്നത്. ഷോപ്പ് അങ്ങനെയുള്ളൊരു ഷോപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ബെൽറ്റല്ല ബാറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കനം കുറഞ്ഞ ബാറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മോളിലേക്ക് തന്നെ പോവുകയാണ്. കാർഫോർ തന്നെയാണ്. കാർഫോറിനെ വായിൽ വരുള്ളൂ, കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കാർഫോറിൽ പോയിട്ട്. അപ്പോൾ ഹൈപ്പർ മാക്സ് എന്ന ഷോപ്പിലാണ് പോയി. ഞാൻ ആദ്യം തന്നെ ഡാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഡാപ്പിലേക്ക് പിന്നെ ഹസ്ബൻഡൊക്കെ ജോയിൻ ചെയ്തു ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന്. അവരുടെ ജോബൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പോയതായിരുന്നു. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ പോയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡാൽ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയത് എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലുലുന്ന് അല്ല, നെസ്റ്റോന്നിൽ നിന്ന് വാങ്ങിയിട്ടാണ്. 1 റിയാൽ 100 പൈസയ്ക്കാണ് ഞാൻ അവിടുന്ന് 1 kg വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് സെയിം ബ്രാൻഡ്. ഇവിടെയാണ് 690 ഓഫർ. പിന്നെ ഈ റൈസ് ഇതേ റൈസ് തന്നെ കതിർ ബാൻഡ് റൈസ് എൻ്റെ കയ്യിൽ ഇത്ര 2 റിയാൽ 390 അങ്ങനെ ഇത്ര പ്രൈസിൻ്റെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ പ്രൈസ് ഡിഫറൻസ് പറയുന്നത് ഇങ്ങനെ കണക്ക് പറയല്ല. ഈ അവസരങ്ങൾ ഇവിടെ ഒമാനിലുള്ളവർ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. 18-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബ്രാൻഡ് റൈസും വാങ്ങി. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടി വാങ്ങി. പിന്നെ 2 പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓഫറായിരുന്നു. പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ ഇതിൻ്റെ ഓഫർ 4 ദിവസമായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഈ മാങ്ങയ്ക്ക് വാങ്ങുന്നത് ഓഫറിൽ തന്നെയാണ് കേട്ടോ. ഇത്രയും വില കുറഞ്ഞിട്ട് നമുക്ക് മറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് ഇവർ തുടക്കമായതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി. വെജിറ്റബിൾസ് എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ നെസ്റ്റോയിൽ നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ വളരെ കുറവേ വാങ്ങിയുള്ളൂ കേട്ടോ. ഞാൻ അതുപോലെ പൊട്ടാറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോ ഞാൻ വാങ്ങിയത് 450 പൈസയ്ക്കായിരുന്നു. അതായത് 1 kgക്ക്. ഇവിടെയാണെങ്കിൽ 250 പൈസ ഉണ്ടായിരുന്നല്ലോ. ആദ്യത്തെ ദിവസത്തെ ഓഫർ ഉപയോഗപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ 190ക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിട്ടേ വിചാരിച്ചിട്ടാണ്. പിന്നെ മീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഓസ്ട്രേലിയൻ ലാമ്പ് ഫ്രഷ് എന്നുള്ളത് നെസ്റ്റോറിൽ നിന്ന് വാങ്ങിയത് 3 റിയാൽ 390 350 അങ്ങനെ ഇത്ര പ്രൈസൊക്കെ. അന്ന് ഞാൻ ബില്ലൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കറി വെച്ചത്. അപ്പോൾ അതേ സാധനം ഇവിടെ 2 റിയാൽ 190 പൈസയ്ക്ക്. 1 റിയാലിലും കൂടുതൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വ്യത്യാസം. പിന്നെ എനിക്ക് ഇവിടുത്തെ സാധനം എനിക്ക് കാർഫോർ നല്ല ഇഷ്ടപ്പെട്ട ഷോപ്പ് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ മറ്റു ഷോപ്പ് ശരിയല്ല എന്നല്ല പറയുന്നത്, എനിക്കിഷ്ടമാണ്. ഞാനിപ്പോഴും മീറ്റ് എഗ്ഗൊക്കെ ഇവിടുന്ന് വാങ്ങാറുണ്ട്. ഇത് ലിവറാണ്, ഈ മട്ടൻ ലിവറാണ്. ഇത് 71% ഓഫറാണ് കാണിക്കുന്നത്. 2 റിയാൽ സംതിങ്ങിൻ്റെ സാധനം 690 പൈസയ്ക്കാണ്. കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ ബില്ലും എടുത്ത് വെച്ചിട്ടില്ല, എൻ്റെ ഒരു സാധനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വാങ്ങി അതങ്ങനെ മീറ്റൊക്കെ നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ച് പോയി. പിന്നെ റൈസൊക്കെ ഉണ്ട്, പക്ഷേ റൈസ് വെറുതെ ബ്രാൻഡ് കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതേ മുട്ട നമ്മൾ നെസ്റ്റോയിൽ നല്ല കോസ്റ്റ്ലി ആയിരുന്നു. അതായത് ഒമേഗ 3 ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാർഫോറിൽ നിന്നാണ് വാങ്ങി. ഇപ്പോൾ ഹൈപ്പർ മാക്സ് ആണ്. പിന്നെ വെജിറ്റബിൾസ് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 പേരുണ്ടാകുമ്പോൾ ഒരാൾ ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് വിളിക്കുക. അതാണ് ഈ അൺഈവനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നത്. ആദ്യം വെജിറ്റബിൾ തീർത്തിട്ട് നമ്മൾ തന്നെയാണെങ്കിൽ മറ്റേ ഭാഗത്തേക്ക് പോകുക അങ്ങനെ. പിന്നെ ആദ്യം തന്നെ മീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പീസ് സെലക്ട് ചെയ്തിട്ട് മീറ്റ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇവർ ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ രാവിലത്തെ സമയം ഇവിടെ ഇവരിതെല്ലാം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ആയിട്ട് അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര എന്താ പറയുക ടെംപ്റ്റിംഗ് ആയിരുന്നു. നമുക്കത് വാങ്ങി കഴിക്കാനൊക്കെ തോന്നി. ഹെൽത്തിയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടല്ല നമ്മളിങ്ങനത്തെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും കഴിക്കുന്നത്. അപ്പം മട്ടൻ ആയതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും എനിക്ക് ഗോതമ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വാങ്ങാം എന്ന് പറഞ്ഞ് നോക്കി. പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ. അതിന് നിറയെ മുന്നേ വാങ്ങുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല. ഭയങ്കര കട്ടിയാണ്. പിന്നെ അതിൽ മാത്രമല്ല ഭയങ്കര പൊടി പോലെ. പിന്നെ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ പേ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ട്രോളിയൊക്കെ ഗ്രീൻ കളറായിട്ട് അവിടുത്തെ ആകെ ഇമേജുകളാകെ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രണ്ടിൽ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അവർ പുതുതായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാങ്ങിയതാണ്.
പുതുതായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാങ്ങിയതല്ല അവർ അവിടെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അങ്ങനെ വീട്ടിലൊക്കെ വന്നു. ലിവറാണ് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. ലിവർ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല. എൻ്റെ മോള് ബീച്ച് പോയി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഫുള്ളൊന്നും കാണിച്ചില്ല. എല്ലാവർക്കും ലിവർ ക്ലീൻ ചെയ്യാൻ അറിയുണ്ടാവും. അതിൻ്റെ ആ വെള്ള തൊലി മുഴുവൻ വലിച്ചെടുത്ത് നമ്മൾ നല്ലോണം ലെമണും മഞ്ഞളും ഒക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ബ്ലഡ് ഫുള്ള് കളഞ്ഞിട്ടാണല്ലോ ചെയ്യുക. ലിവർ വരട്ടുമ്പോൾ പിന്നെ കുരുമുളകും ഗരം മസാലയാണല്ലോ. പിന്നെ കുറച്ച് മട്ടൻ കറി ഉണ്ടാക്കി കേട്ടോ. താങ്ക് യു ഓൾ.